ഈ പട്ടാളക്കാരൻ ഉറുമ്പുകൂട്ടത്തിന് തീയിട്ടതോടെ മാരകമായ മനുഷ്യരെ തിന്നുന്ന ഉറുമ്പുകൾ കൂട്ടമായി പുറത്തുവന്നു. മണ്ണിൽ കുഴിച്ചിട്ടിരുന്ന 2 മനുഷ്യരുടെ തലകളായിരുന്നു അവരുടെ ലക്ഷ്യം. പെട്ടെന്ന് ഉറുമ്പുകൾ അവരുടെ നേരെ പോകാൻ തുടങ്ങിയതും റോക്കി പേടിച്ചു വിറച്ചു. എന്നാൽ ജോൺ തികഞ്ഞ ശാന്തതയോടെ കാവൽക്കാരന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. പട്ടാളക്കാരൻ അവിടെ നിന്നും മാറിയതും റോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ജോണിനെ അവിടെ കണ്ടില്ല. അപ്പോൾ ജോൺ പെട്ടെന്ന് തിരിച്ചുവരികയും പട്ടാളക്കാരെ ആക്രമിക്കുകയും ചെയ്തു. അതിലൊരാളെ ഉറുമ്പുകൾക്ക് ഭക്ഷണമായി അയാൾ തള്ളിയിട്ടു. രക്ഷകനായി വന്നെങ്കിലും ജോണിന് റോക്കിയോട് ഒട്ടും സഹതാപം തോന്നിയില്ല. ഉറുമ്പുകൾ റോക്കിയുടെ തലയ്ക്ക് തൊട്ടടുത്തെത്തിയിട്ടും അയാൾ അടുത്ത് സുഖമായിരുന്ന് ചൈനീസ് മദ്യം കുടിക്കുകയായിരുന്നു. റോക്കിയുടെ സമ്പാദ്യമെല്ലാം തനിക്ക് നൽകിയാൽ മാത്രമേ സഹായിക്കൂ എന്ന ക്രൂരമായ നിബന്ധന അയാൾ മുന്നോട്ടുവെച്ചു. മരണം തൊട്ടുമുന്നിലെത്തിയപ്പോൾ റോക്കി ഗതികേടുകൊണ്ട് ആ വ്യവസ്ഥ സമ്മതിച്ചു. ജോൺ അപ്പോഴും ലവലേശം കുലുങ്ങിയില്ല. അയാൾ ഒരു വലിയ സിപ്പ് മദ്യം വായിലാക്കി അടുത്തുള്ള തീപ്പന്തത്തിന് നേരെ തുപ്പി ഒരു അഗ്നിജ്വാല തന്നെ സൃഷ്ടിച്ചു. ആ മദ്യം വീണതോടെ പ്രദേശം മുഴുവൻ ഒരു അഗ്നികടലായി മാറുകയും ഉറുമ്പ് സൈന്യത്തെ നിമിഷനേരം കൊണ്ട് ചാമ്പലാക്കുകയും ചെയ്തു. ഇപ്പോൾ തങ്ങൾ സുരക്ഷിതരാണെന്ന് റോക്കിക്ക് തോന്നി. എന്നാൽ ഇതിലും വലിയൊരു അപകടം വരാനിരിക്കുകയാണെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.